അതിന്റെ ദ്രഷ്ടാവ് അതിനെ കാണുന്നവന് അതിനെ കാണാനും കാണാതിരിക്കാനും പറ്റുന്നു. വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി കാണുന്നു, വെളിച്ചമില്ലെങ്കിൽ കാണുന്നില്ല. പറയുമ്പോൾ എന്താണ്, അതൊരു വസ്തുവിന്റെ നാശം പോലെയാണ്. അഭാവത്തിന്റെ ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ നാശം പോലെ അല്ല. എന്നാൽ അതുപോലെ നമുക്ക് തോന്നും, ഇതൊരു വസ്തുവിന്റെ നാശം പോലെയല്ലേ, ഇരുള് പോയപ്പോൾ എന്തോ പോയില്ലേ എന്ന് തോന്നും. അവിടെ ഒന്നും വന്നില്ല, പോയില്ല. അത് വെളിച്ചത്തിന് നേരെ വിരുദ്ധമായതുകൊണ്ട് അതും ഒരു വസ്തു പോലെ നമുക്ക് തോന്നുകയാണ്, ഇരുളൊരു വസ്തുവാണെന്ന് തോന്നും. മറ്റൊന്നിന്റെ അഭാവത്തിൽ അത് തോന്നാത്തത് മറ്റൊന്നും വെളിച്ചത്തിന്റെ വിരുദ്ധമല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇരുള് നശിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, അവിടെ വെളിച്ചം വന്നു, അത്രയുള്ളൂ. ഒരു വസ്തു നശിച്ചു എന്നർത്ഥമില്ല. അതുപോലെ ബ്രഹ്മ ഏകത്വം, സർവാത്മഭാവം, അത് ഒരറിവാണ്, അല്ലെങ്കിൽ അറിവിന്റെ ഫലമാണ്. രണ്ടു തരത്തിലും പറയാം. ഇവിടെ അറിവിനെയും അറിവിന്റെ ഫലത്തെയും വേർതിരിക്കാൻ കഴിയത്തില്ല. ഒന്ന് തന്നെ രണ്ടു തരത്തിൽ പറയും. വെളിച്ചം, ഇരുളിന്റെ ഇല്ലായ്മ, അതിനെ വേർതിരിക്കാൻ കഴിയില്ല. വെളിച്ചത്തിന്റെ ഫലം എന്താണ്? ഇരുളിന്റെ നാശം. ഇരുളിന്റെ നാശം അതിനെ വെളിച്ചത്തിൽ നിന്ന് ആർക്കും വേർതിരിക്കാൻ കഴിയില്ല. വെളിച്ചം തന്നെ ഇതാണ് ഇരുളിന്റെ നാശം, ഇത് വെളിച്ചമാണെന്ന് രണ്ടാക്കാൻ കഴിയില്ല. വെളിച്ചം വന്നോ ഇരുള് നശിച്ചു. ഇരുളിന്റെ നാശത്തിൽ വെളിച്ചമുണ്ട്. വസ്തുക്കളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇത് വസ്തുവിന്റെ നാശം എന്ന് നമുക്ക് പറയാം. വെളിച്ചത്തെ ഇരുളിനെ സംബന്ധിച്ച് അത് പറയാൻ വയ്യ. ഇത് വെളിച്ചമാണ്, ഇത് വെളിച്ചത്തിന്റെ നാശമാണ്, അങ്ങനെ വേർതിരിക്കാൻ കഴിയില്ല. അതുപോലെ ബോധം, ആത്മബോധം, ബ്രഹ്മാത്മേകത്വം, സർവാത്മഭാവം എന്ന ഈ ബോധം, നിനക്ക് ആ ബോധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാൾ പറയും, എന്താണ്, ഇല്ല, അങ്ങനെ ഒരു ബോധം എനിക്കില്ല. തത്വമസി, നീ അറിയുന്നു, അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ ആ ഏകത്വ ബോധത്തിന്റെ, സർവാത്മഭാവത്തിന്റെ അഭാവം ഉണ്ടെന്നാണ്. പുസ്തകത്തിന്റെ അഭാവം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ വെളിച്ചത്തിന്റെ അഭാവം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ അഭാവം ഉണ്ടെന്നാണ്. ശരി, എന്നാൽ തത്വമസി ഉപദേശിക്കുന്നു. നീ ആ തത്വമാണെന്ന് ഉപദേശിക്കുമ്പോൾ ആ ബോധക്കേട് മാറി. അതാണോ ഉദ്ദേശിച്ചത്, അത് മനസ്സിലായി. താൻ ആ പരമാർത്ഥ വസ്തുവാണെന്നുള്ള മനസ്സിലായി. അവിടെ എന്താ സംഭവിച്ചത്? അതുവരെ ഉണ്ടായിരുന്ന അറിയില്ല എന്ന് പറഞ്ഞിരുന്ന അറിവില്ലായ്മ മാറി. പുസ്തകത്തെ അറിയുന്നതുവരെ പുസ്തകത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ടായിരുന്നു. പുസ്തകത്തെ അറിയുമ്പോൾ അറിവില്ലായ്മ മാറുന്നു. അതുപോലെ സ്വസ്വരൂപത്തെക്കുറിച്ച് ഉപദേശത്തിലൂടെ ഗ്രഹിക്കുന്നതുവരെ ഉണ്ടായിരുന്ന എന്താണ്? അവിടുത്തെ അറിവില്ലായ്മയാണ്. അറിയുന്നില്ല. നിന്നെ അറിയാമോ? അറിയാം. പക്ഷെ നീ സർവാത്മാവാണതറിയാമോ? അറിയില്ല. എന്നാ അതാണ് ശരി, എന്നാ അറിയുന്നു. അപ്പൊ അറിവില്ലായ്മ മാറി. ബോധം കൊണ്ട് അറിവില്ലായ്മ മാറുന്നു. വെളിച്ചം കൊണ്ട് ഇരുളും മാറിയ പിന്നെ ശേഷിക്കുന്നില്ല, വെളിച്ചമാണ്. ആ വെളിച്ചം അതിന്റെ ഉറവിടത്തിൽ നിന്ന് വേറെയല്ല, അന്യമല്ല. എല്ലാ വെളിച്ചത്തിനും ഒരു ഉറവിടം കാണും, ഒരു ഉത്പത്തിസ്ഥാനം. അതിൽ നിന്ന് അന്യമല്ല വെളിച്ചം. ഇവിടെയും ഈ വിജ്ഞാനം അറിവില്ലായ്മയെ നശിപ്പിച്ചു. ആ വിജ്ഞാനം അതിന്റെ ഉറവിടത്തിൽ നിന്ന് അന്യമല്ല. അതിന്റെ ഉറവിടം, വിജ്ഞാനത്തിന്റെ ഉറവിടമോ, അത് സർവവ്യാപകമാണ്, സർവാധാരമാണ്.
അത് തന്നെ സർവവുമായിരിക്കുന്നത്. അതിനാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് ഒന്നും അന്യമല്ലെങ്കിൽ ഈ വിജ്ഞാനം അന്യമാകില്ല. മറ്റൊന്നും അന്യമാകുന്നില്ല. ഈ പ്രപഞ്ചം പോലും, ഈ നാമരൂപങ്ങൾ പോലും ഈ തത്വത്തിൽ നിന്നും അന്യമാകുന്നില്ല. എങ്കിൽ ഈ തത്വത്തെ സംബന്ധിച്ച അജ്ഞാനത്തെ നശിപ്പിച്ച വിജ്ഞാനം അതും അന്യമല്ല. അതന്യമാകുന്നില്ല. അപ്പൊ വിജ്ഞാനം, അതിന്റെ ഫലമായ സർവാപത്തിയെല്ലാം ഒന്നായി. ഏകത്വം എന്ന് പറയുന്നത് ആ തത്വം തന്നെയാണ്. അല്ല, ഇരുള് പോയി കഴിഞ്ഞാൽ പിന്നെ വെളിച്ചം മാത്രം, വെളിച്ചം മാത്രമാണ്. അഭാവം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ മേശം മാത്രം. അതുപോലെ ഇവിടെ ഇരുളം നശിച്ചു കഴിഞ്ഞാൽ, അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വിജ്ഞാനം മാത്രം. അവിജ്ഞാനം അതിന്റെ സ്വരൂപത്തിൽ നിന്ന് വേറെയല്ല. എല്ലാത്തിനും ഒരു സ്വരൂപമുണ്ടല്ലോ. പറയുന്നു പ്രപഞ്ചത്തിന്റെ പോലും സ്വരൂപം ബ്രഹ്മമാണ്, ഈ തത്വമാണെന്ന് പറയുന്നു. അപ്പോൾ വിജ്ഞാനത്തിന്റെ സ്വരൂപം ഈ തത്വം തന്നെ, വിജ്ഞാനം മാത്രം. അതാണ് സർവഭാവാപത്തി, സർവാത്മഭാവം, ഏകത്വബോധം, ബ്രഹ്മേകത്വം, ആത്മേകത്വം. ഇതെല്ലാം വിജ്ഞാനം മാത്രമായ സ്ഥിതിയാണ്. വിജ്ഞാനം മാത്രമായ ജാഗ്രതയിലെ സ്ഥിതി എന്ന് പ്രത്യേകം പറയുന്നു. കാരണം ഈ ബോധം ഉണ്ടാകുന്നതും പോകുന്നതൊക്കെ ജാഗ്രതയിലാണ്. വിജ്ഞാനത്തിന്റെ കേവലസ്ഥിതി സുഷുപ്തിയിലാണ്. അവിടെ ഒന്നും വരുന്നില്ല, പോകുന്നില്ല. കേവലമായ സ്ഥിതി. കേവലമായ സ്ഥിതി ഒരിക്കലും നഷ്ടപ്പെടത്തില്ല, ഒന്നിനും നഷ്ടപ്പെടത്തില്ല. ഭൗതികമായ വസ്തുക്കൾക്ക് പോലും അതിന്റെ സ്വരൂപസ്ഥിതി നഷ്ടപ്പെടത്തില്ല. പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. അഗ്നി അതിന്റെ ഉഷ്ണത്തെ ത്യജിക്കുന്നില്ല, ജലം അതിന്റെ ശീതത്വത്തെ കളയുന്നില്ല, സ്വരൂപത്തെ അത് കളയുന്നില്ല. മറ്റെന്തെല്ലാം അതിനോട് കൂടി ചേർന്നാലും ആ സ്വരൂപം മാറുന്നില്ല. അങ്ങനെയാണെങ്കിൽ സർവസ്വരൂപമായിരിക്കുന്ന വസ്തു ഈ തത്വം ഒരിക്കലും അതിന്റെ സ്വരൂപത്തെ വിടുന്നില്ല. അതിന്റെ സ്വരൂപം എന്താണ്? കേവലമായ വിജ്ഞപ്തി സ്വരൂപം. അതാണ് ആ കേവലമായ വിജ്ഞപ്തി. എവിടെയാണ്? നമ്മുടെ അനുഭവത്തിൽ എവിടെയുള്ളത്? സുഷുപ്തിയിൽ കേവല വിജ്ഞപ്തി. ഒരിക്കലും ഈ വസ്തു അതിന്റെ സ്വരൂപത്തെ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ആ വിജ്ഞപ്തി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. സുഷുപ്തി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അത് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ള സ്ഥിതി, അതാണ് തുരീയം. ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സർവത്ര സ്വരൂപസ്ഥിതിയുണ്ട്, ഒരു മാറ്റമില്ല. സുഷുപ്തി എന്ന് പറയുന്നത് ജാഗ്രതത്തിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും വേറിട്ട ഒരവസ്ഥയല്ല, അത് സ്വരൂപസ്ഥിതിയാണ്. ആ സ്വരൂപസ്ഥിതി മൂന്നിടത്തും ഒരുപോലെയാണ്. ഒരുപോലെ നിൽക്കുമ്പോൾ അതിനെ തന്നെ പറയുന്നത് തുര്യനാണ്. അതിനെ നമ്മളൊരു ഭാഗത്തായി കൽപ്പിച്ചുകൊണ്ട് പറയുന്നത് അത് സുഷുപ്തിയാണ്. ആ സ്വപ്നത്തിലും ജാഗ്രതത്തിലേക്കും ഏകമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് തുര്യനായി. പിന്നെന്താ ജാഗ്രതത്തിലെ വ്യത്യാസം? ജാഗ്രതത്തിൽ ആണ് അറിവില്ലായ്മ ഉണ്ടായത്. അറിവുണ്ടാകുന്നു ഇവിടെ തന്നെ. ഇവിടെ എന്തു വരുന്നു? ആ അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അറിവ് വരുന്നു.
അതുകൊണ്ട് ആ സ്വരൂപസ്ഥിതിക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല. അല്ല, അങ്ങനെ ആ സ്വരൂപസ്ഥിതനായിരിക്കുന്ന തത്വത്തിൽ അങ്ങനെ ഒരു അറിവുണ്ടാകാമോ? ആ സ്വരൂപസ്ഥിതനായിരിക്കുന്ന തത്വത്തിലാണ് ഈ മൂന്നവസ്ഥകളും നമുക്ക് അനുഭവവേദ്യമാകുന്നത്. സുഷുപ്തി, സ്വപ്നം, ജാഗ്രത്. ആ സുഷുപ്തി അവിടെ പറയാം അത് നിശ്ചലമാണ്. പക്ഷെ സ്വപ്നവും ജാഗ്രതവും അങ്ങനെയല്ലല്ലോ. അവിടെ നാനാതരത്തിലുള്ള അറിവുകളുണ്ട്. ഈ നാനാതരത്തിലുള്ള അറിവുകൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഈ അറിവുകൾ ഉണ്ടാകുന്നത് കൊണ്ട് ആ സ്വരൂപസ്ഥിതിക്കൊരു ദോഷവും വരുന്നില്ലെങ്കിൽ ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന അറിവുകൊണ്ട് അതിന് ന്യൂനതയൊന്നും വരുന്നില്ല. അങ്ങനെ ഒരു അറിവുണ്ടാകുന്നുണ്ട്. അറിവിന്റെ വിശേഷത ഇതാണ്, അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സൂര്യന്റെ പ്രഭ ഇവിടെ വന്ന് ഇവിടെയുള്ള ഇരുളിനെ നശിപ്പിക്കുന്നു. പക്ഷെ ആ ഒരു ജോലി അതിന് സൂര്യനില്ല, കാരണം അവിടെ ഇരുളില്ല. അതുകൊണ്ട് സ്വരൂപസ്ഥിതിയിൽ അവിടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അത് ഏകമായി സദാ പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. സ്വസ്വരൂപമായി സദാ പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. എന്നാൽ എവിടെയാണോ ഇരുളുള്ളത് അതിവിടെയാണ്, ഈ ജാഗ്രതത്തിലാണ്. ജാഗ്രതത്തിൽ ഇരുളുണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? സ്വാനുഭവം കൊണ്ട്. ഇവിടെ രാത്രി ഇരുളാണെന്നെങ്ങനെ അറിയുന്നു? സ്വാനുഭവം കൊണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇരുളുണ്ടെന്ന് അർത്ഥമുണ്ടോ? ഇല്ല, പകലില്ല. അതുപോലെ ഇവിടെ സ്വാനുഭവത്തിലാണ് അജ്ഞോഹം എന്നുള്ള അനുഭവം. എന്ന് പറഞ്ഞാൽ ഇത്രയും അർത്ഥമുള്ളത് എന്താണ്? ഈ സ്വസ്വരൂപം അത് പ്രകാശപൂർണമാണ്, അത് സ്വയം പ്രകാശമാണ്, അതറിവാണ് എന്നിരിക്കലും ഇവിടെ ഇപ്പോൾ ഈ ജാഗ്രതത്തിൽ ഞാനത് അങ്ങനെയല്ല ഗ്രഹിക്കുന്നത്. ഈ ഉപാധികളിലൂടെ തന്നെ ഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉപാധികളിലൂടെ ഗ്രഹിക്കുന്നതിന്റെ പരമാർത്ഥ രൂപമല്ല. പരമാർത്ഥം ഈ ഉപാധിരഹിതമാണ്, അല്ലെങ്കിൽ അത് സർവാത്മകമാണ് എന്നുള്ള ഈ ബോധം ആ പരിച്ഛിന്ന ബോധത്തെ നിഷേധിക്കും. പരിച്ഛിന്ന ബോധത്തിന് കാരണമായിരിക്കുന്ന അറിവില്ലായ്മയെ നിഷേധിക്കുന്നു. ഈ അറിവില്ലായ്മ, അജ്ഞാനത്തെ അറിവില്ലായ്മയാണെന്ന് എല്ലാവരും പറയത്തില്ല. അജ്ഞാനം അറിവില്ലായ്മയല്ല. കാരണം അജ്ഞാനമല്ലേ ഇതൊക്കെ സൃഷ്ടിക്കുന്നത്, അജ്ഞാനം കൊണ്ടല്ലേ. അജ്ഞാനജന്യം എന്ന് പറയാറില്ലേ. അപ്പോൾ ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നതായ ഒന്ന് കേവലം അഭാവം ആകുന്ന എങ്ങനെയെന്ന് ചിലർ പറയും. സൃഷ്ടിക്കണമെങ്കിൽ അത് ഭാവരൂപത്തിലായിരിക്കും. ഈ ജാഗ്രത സ്വപ്നങ്ങൾ ഇതെല്ലാം സൃഷ്ടിക്കുന്നത് അജ്ഞാനമാണെങ്കിൽ ആ അജ്ഞാനം കേവലം അഭാവമായിരിക്കത്തില്ല. അഭാവത്തിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല. ശൂന്യം പോലെ. ശൂന്യത്തിൽ നിന്നെന്താ ഉണ്ടാകുന്നൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അജ്ഞാനം ഭാവാത്മകമായ എന്തോ ഒന്നാണ് എന്ന് പറയുന്നത്. അങ്ങനെയൊരു വിചാര രീതിയുണ്ട്. അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? ഈ സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഈ ജാഗ്രതത്തിലെ ഈ അറിവ്, ഈ അറിവിന്റെ ഇല്ലായ്മ സുഷുപ്തിയിലുമുണ്ട്. അവിടെ ഈ അറിവുണ്ടായോ? ഇല്ല. പക്ഷെ നേരത്തെ പറഞ്ഞു എന്താണ്? ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് അത് വെളിച്ചം തന്നെ. അഭാവം എന്ന് പറയുന്ന മേശ തന്നെ. ഇവിടുത്തെ ഈ അറിവ്, തത്വബോധം സുഷുപ്തിയിലില്ല. അതുകൊണ്ടാണ് പറയുന്നത് സുഷുപ്തിയിൽ അജ്ഞാനമുണ്ട് എന്ന് പറയുന്നത്. ശരി, എന്നാൽ ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഉണ്ടല്ലോ അറിവില്ലായ്മ. ഇവിടെയും ഉണ്ട് അറിവില്ലായ്മ. പക്ഷെ ഇവിടെ അറിവില്ലായ്മ ഉണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ അറിവുമുണ്ട്. നാനാത്വബോധം.
അപ്പോൾ ഇവിടെ ആ സ്വരൂപസ്ഥിതനായ ആത്മാവ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ട്. ആ അറിവില്ലായ്മ എന്ന് പറയുന്ന ആ സ്വരൂപസ്ഥിതിയാണ്. പക്ഷെ ഇവിടെ വിശേഷമായിട്ട് ജാഗ്രത സ്വപ്നങ്ങളിൽ എന്താ ഉള്ളത്? നാനാത്വ ബോധം, അറിവ്. ഈ അറിവിനെയും അവിദ്യ എന്നുള്ള പേരിട്ടാണ് വിളിക്കുന്നത്. ഈ അറിവിനെ കുറിച്ച് പറയും. എന്തുകൊണ്ട് ഈ അറിവുണ്ടായി? അത് ആ അറിവില്ലായ്മ കൊണ്ട് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇരുളുകൊണ്ട് പിശാചുണ്ടായെന്ന് പറയുന്നത് വരെ ഉള്ളൂ. അത് ഇരുളുകൊണ്ട് പിശാചുണ്ടായെന്നോ, ഇരുളിൽ പിശാചിനെ കണ്ടെന്നോ, ഇരുൾ പിശാചായി മാറിയെന്നോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഒന്ന് തന്നെ. എന്താണ്? ഇരുളേ ഉള്ളൂ അവിടെ എന്നാണ്. ഇരുളിന് വേറിട്ടൊരു പിശാചിനെയൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇരുളേ ഉള്ളൂ അവിടെ. അതുകൊണ്ട് ഈ അറിവില്ലായ്മ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ നാനാത്വബോധമുണ്ട്. പ്രപഞ്ചബോധമുണ്ട്. അതിനെ തുടർന്നു വരുന്ന അഹന്ത, മമത തുടങ്ങി അതിനോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാം ഇവിടെയുണ്ട്. എല്ലാത്തിൻ്റെ അനുഭവമുണ്ട്. ഈ അനുഭവത്തിന് കാരണം സ്വരൂപബോധമില്ലായ്മയാണെന്ന് പറയുന്നു. അപ്പം ഇല്ലായ്മയിൽ നിന്നൊന്നും ഉണ്ടാകാൻ വഴിയില്ല. അതുകൊണ്ട് ആ ഇല്ലായ്മ ഒരു ഭാവരൂപത്തിലാണെന്ന് പറയുന്നു. വാസ്തവത്തിൽ ആ ഇല്ലായ്മ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു വസ്തുവല്ല. അത് സ്വസ്വരൂപം തന്നെ, വിജ്ഞപ്തി സ്വരൂപം തന്നെ. അതുകൊണ്ട് ആ ഇല്ലായ്മയിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ വിജ്ഞപ്തിയിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത്. സുഷുപ്തിയിൽ ഏതൊരു വിജ്ഞപ്തിയാണോ നിലനിന്നത് അതിൽ നിന്നാണ് ഈ ജാഗ്രത സ്വപ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നതെന്നേ അർത്ഥമാണ്. ഇല്ലായ്മയിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ സ്വസ്വരൂപത്തിൽ നിന്നുണ്ടായി. അതാണ് ആ ഇല്ലായ്മ. ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടാമതൊരു വസ്തുവില്ല, ദ്വൈത വസ്തുവില്ല. അത് തന്നെയാണ് ഇതെല്ലാമായി മാറിയിരിക്കുന്നത്. തസ്സൃഷ്ടോ തദൈവ അനുപ്രാവശ്യം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സ്വരൂപസ്ഥിതിക്ക് മാറ്റം വരത്തില്ലേ? ഒന്ന് മറ്റൊന്നായി മാറുമ്പോൾ അവിടെ കേവല സ്വരൂപസ്ഥിതിയായിരുന്നു, ഇവിടെ ഈ നാനാത്വ ബോധമായി മാറി. അപ്പോൾ അതിന് വികാരം വരുന്നു, അങ്ങനെ ദോഷങ്ങൾ വരത്തില്ലേ? സ്വരൂപസ്ഥിതിക്ക് മാറ്റം വന്നാൽ ദോഷങ്ങളാണ്. സ്വരൂപസ്ഥിതിക്ക് മാറ്റം വരാതെ വന്നു കഴിഞ്ഞാൽ ദോഷമില്ല. മരുഭൂമി നനഞ്ഞിട്ട് അവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് വേറെ കാര്യം. അത് മരുമരീചിക്കല്ല. മരുഭൂമി നനയാതെ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിനെ മരുമരീചിക്ക എന്ന് പറയും. അതാണ് ജാഗ്രത സ്വപ്നങ്ങളിൽ സംഭവിക്കുന്നത്. അതിൽ ഒരു മാറ്റവും വരാതെ, സ്വസ്വരൂപത്തിലൊരു മാറ്റവും വരാതെ ഇത് ഇങ്ങനെ അനുഭവപ്പെടുന്നു. അത് ഇതിന്റെ സ്വഭാവം എന്നേ പറയാം. വേറെ ഒരു ഉത്തരവും വരുന്നു. അതിന് വിശേഷിച്ചൊരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് അതിനെ മായ എന്ന് വിളിക്കുന്നു. ആണെങ്കിൽ പറയാം അത് അതിന്റെ തന്നെ ഒരു സവിശേഷതയാണ്. അതാണ് സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത്. ഇതിനെ കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ എന്തൊക്കെ ഉണ്ടായോ അതൊന്നും അതിനും നന്യമല്ല, ആ സ്വരൂപത്തിനും നന്യമല്ല എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് ഈ ബോധം ഉണ്ടാകുന്നത് തന്നെ. സുഷുപ്തിയിൽ എന്തെങ്കിലും ബോധം ഉണ്ടാകുന്നില്ല. അവിടെ ചോദ്യമില്ല, ഉത്തരവില്ല, പ്രശ്നമില്ല, സമാധാനമില്ല. ഇവിടെ ഇതെല്ലാം ഉണ്ട്. അതിങ്ങനെ ഒരവസ്ഥ വന്നതുകൊണ്ടാണ്. അപ്പൊ സഹജസ്ഥിതിയിൽ ഒരു മാറ്റവും സംഭവിക്കാതെ ജാഗ്രത സ്വപ്നങ്ങൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ജാഗ്രതത്തിൽ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നു. ഈ
സ്വരൂപസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ വന്ന രണ്ടാമത്തെ അവിദ്യ എന്താണ്? ഈ നാനാത്വബോധം. ഒന്നാമത്തെ അവിദ്യ എന്ന് പറയുന്നത് ഈ ബോധമില്ലാതിരിക്കുക. രണ്ടാമത്തെ അവിദ്യ എന്ന് പറയുന്നത് ഈ നാനാത്വബോധം. മുമ്പെടുത്ത് ഭാഷകാരനെ രണ്ടിനെ വേർതിരിച്ച് കാണിച്ചിട്ടുണ്ട്. രണ്ടാമത് വരുന്നത് ഈ നാനാത്വബോധത്തെ നിരാകരിക്കുന്ന അറിവ്. അത് ഈ ബോധത്തിന്റെ തലത്തിൽ തന്നെ ഉണ്ടാകാൻ വഴിയുള്ളൂ. കാരണം ഇവിടെയാണ് ബോധം അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. സുഷുപ്തിയിലെല്ലാം ഉണ്ടായത്. സ്വപ്നത്തിനും ഉണ്ടാകാം, ജാഗ്രതത്തിനും ഉണ്ടാകാം. സ്വപ്നം നമ്മുടെ മുമ്പില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന അർത്ഥശൂന്യം. ജീവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജാഗ്രതാണ്. അപ്പോൾ ജാഗ്രതത്തിൽ ഈ ബോധം, ഈ നാനാത്വബോധത്തെ നിരാകരിക്കുന്ന ബോധം. നാനാത്വബോധം സ്വാഭാവികമായി സഹജമായി ഉണ്ടാകുന്നത് പോലെ ഇതിനെ നിരാകരിക്കുന്ന ബോധം ഉണ്ടാകുന്നില്ല. അതിന് ശ്രുതി, ആചാര്യൻ ഇവരുടെയൊക്കെ സഹായം വേണം. അതുകൊണ്ടുണ്ടാകുന്ന ബോധം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ നശിപ്പിക്കുന്നു. എന്നുവെച്ചാൽ ബോധസ്ഥിതി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല. നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു. അഭാവം നശിച്ചെന്ന് പറയുന്ന പോലെയുള്ളൂ. അത് ഈ നാനാത്വബോധത്തെ നിഷേധിക്കുന്നു. ഇത് പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നു. മരീചിക സത്യമല്ല എന്ന് ബോധിപ്പിക്കുന്ന പോലെ. ഇതെല്ലാം ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും സ്വസ്വരൂപത്തിൽ അതൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ള ബോധത്തെ ഉണ്ടാക്കുന്നു. ആ ബോധം, ആ ബോധത്തിന്റെ ഫലത്തെയും പറയാം ബ്രഹ്മാവാപ്തി, ബ്രഹ്മപ്രാപ്തി എന്ന് പറയും. അവിടെ പിന്നെ ദ്വൈതത്തിന് നിലയില്ല. ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ബോധം, പിന്നെ ഇത് ബ്രഹ്മബോധത്തിന്റെ ഫലം, അങ്ങനെയുള്ള ഭേദം അവിടെ ഇല്ല. സർവഭേദത്തെയും നിഷേധിക്കുന്നതാണ് ആ ബോധം. സർവ ഇരുളിനെയും നിഷേധിക്കുന്ന പ്രകാശത്തെ പോലെ ശക്തമായ പ്രകാശം സർവ ഇരുളിനെയും നിഷേധിക്കുന്നതുപോലെ മധ്യാഹ്ന സൂര്യൻ ഇരുളിനെല്ലാം നിഷേധിക്കുന്നു. അതുപോലെ ഇതും ഈ ബോധവും സർവഭേദത്തെ നിരാകരിക്കുന്നു. അതിന്റെ ഉപായം ഉപദേശമാണ്. ഈ ബോധം ഉപദേശജന്യമാണ്.